ഫേസ്ബുക്കിലെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും സ്വർഗീയ സഭയുടെ എൻ്റെ സഹോദരിമാർക്കൊക്കെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് രാവിലത്തെ ഇന്ന് കെസിയ ആണല്ലോ ഫസ്റ്റ് പ്രൈസ്. തൊട്ടു കുറേ റോഷന ഓർത്ത് നോക്കിക്കുക. കെസിയ തൊട്ടടുത്തിരിക്കുന്ന റോഷനായ വരെ കെസിയ തോപ്പിച്ച് കളഞ്ഞു. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് രാവിലത്തെ നവീൻ താടിയൊക്കെ വളർത്തിയല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മേലാത്തതുകൊണ്ടാണ്. എല്ലാവരും താടിയും മുടിയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുക. അനിയനോട് പറഞ്ഞു മിക്കവാറും രണ്ടാഴ്ച കഴിഞ്ഞാൽ തങ്കുച്ചായൻ്റെ തലമുടി വളർന്ന് റബ്ബർ ബാൻഡൊക്കെ ഇടേണ്ടി വരും. യെസ് ലിബിൻ, ബ്ലെസ് യു. റെജി ബ്രദറെ ബ്ലെസ് യു. റെജി ബ്രദറിനെ ഇന്ന് ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ച. റെജി ബ്രദറെ ഇത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഒത്തിരി ദിവസമായി വർത്താനം പറഞ്ഞിട്ടും കൂട്ടായ്മ ആചരിച്ചിട്ടും. ഷിയ സൗദരി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. സൗദരിക്ക് ആരോഗ്യകരമായി എല്ലാം ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു. രൂപ സിസ്റ്റർ ബ്ലെസ് യു. കണ്ണം ബ്രദറൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ. ശ്രീജ ബ്ലെസ് യു. ആൽഫ ഷാജി ആൽഫ എവിടെ പറഞ്ഞത്? ഷാജി ക്രിസ്റ്റോ ജോർജ് എവ്രി വൺ ഗോഡ് ബ്ലെസ് യു. ഇന്ന് രാവിലെ സഭായോഗം എല്ലായിടത്തും ക്ലിയർ ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് വി കവേർഡ് ദ ഹോൾ പ്ലാനറ്റ് എന്ന് പറയാം. എൻ്റെ ക്ലാസ്മേറ്റ്, റാദർ സ്കൂൾമേറ്റ്, ഹി സെൻഡ് എ മെസ്സേജ് ഫ്രം ഓസ്ട്രേലിയ എന്ന് അദ്ദേഹം കണ്ട്, ജാക്ക് എന്ന പേര്, ജാക്ക് കണ്ട് വളരെയധികം 2 സെഷനും, ഒന്ന് റോനക്കും സാറായും കൂടെ ഇരുന്നുള്ള സെഷനും എൻ്റെ ഈ സെഷനും കണ്ടിട്ട് ഹി വാസ് സോ ഹാപ്പി. അപ്പോഴാണ് മനസ്സിലായത് ഓസ്ട്രേലിയ എന്ന് ആ സമയത്ത് ആൾക്കാർ കാണുന്നുണ്ട്. സോ വി ആർ ഗോയിങ് ഓൾ ഓവർ ദ വേൾഡ്. പണ്ട് ദൈവവചനം ക്രിസ് ചെയ്യാന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ഹോശാന ആണല്ലോ ആചരിക്കുന്നത്. ലോകമെമ്പാടും ഇന്ന് ഹോശാന ആചരിച്ചു. ഹോശാന എന്ന് പറയുന്നത് പെസഹ പെരുന്നാളിൻ്റെ തൊട്ട് മുമ്പിലത്തെ ദിവസമാണ്. ശബത്ത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം. നമ്മുടെ യഹൂദ കലണ്ടർ അനുസരിച്ച് നിസാൻ മാസം 10-ാം തീയതി. നിസാൻ മാസം 10-ാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന കലണ്ടർ എന്ന് പറയുന്നത് ഗ്രിഗേറിയൻ കലണ്ടർ. കിങ് ജോർജ് കഴിഞ്ഞിട്ടുള്ള കലണ്ടറാണ് ഗ്രിഗേറിയൻ കലണ്ടർ. നമ്മുടെ തന്നെ ചിങ്ങം 1 നമ്മുടെ ന്യൂ ഇയർ. അതുപോലെ തന്നെ ജൂയിഷ് ന്യൂ ഇയർ എന്ന് പറയുന്നത് ഈ ഒക്ടോബർ 29-ാം തീയതി ആയിരുന്നു 2019. അതിനെ നമ്മൾ റോഷഷാന എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ചിങ്ങം 1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണല്ലോ ഇപ്പം ഏത് മാസം? മീനമാസം ആണ് ഇപ്പം നമ്മുടെ മലയാള മാസത്തിൽ മീനമാസം. മീനം കഴിഞ്ഞ് 14-ാം തീയതി മേടം 1 വിഷു എന്ന് പറയുന്നത്. സോ വിഷു എന്ന് പറയുന്ന ആ ഫെസ്റ്റിവൽ എല്ലാ വർഷവും ഇങ്ങോട്ടും അങ്ങോട്ടും മാറും അല്ലേ? എല്ലാ വർഷവും ഏപ്രിൽ 14 മേടം 1 എന്ന് പറഞ്ഞതുപോലെ യഹൂദന്മാരുടെ ജൂയിഷ് കലണ്ടറായ നിസാൻ മാസം 10-ാം തീയതിയാണ് നമ്മൾ ഹോശാന. കാര്യം ഹോശാനയിൽ നിന്നും 5-ാം ദിവസമാണ് പെസഹ പെരുന്നാൾ. അപ്പം ഞായറാഴ്ച സന്ധ്യയായി വിശ്വസായി. ഞായറാഴ്ച 1, തിങ്കളാഴ്ച 2, 3, 4-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം മുതൽ അവരുടെ പെസഹ പെരുന്നാൾ. പെസഹയുടെ അർത്ഥം ഭയങ്കര പെസഹ എന്ന് പറയുന്ന ഒറിജിനൽ ഹീബ്രു ടെക്സ്റ്റ് തന്നെയാണ്. പെസഹ പ്രൊണൗൺസിയേഷൻ വ്യത്യാസം എന്നേ ഉള്ളൂ. ഇംഗ്ലീഷിൽ അതിന് പാസ് ഓവർ എന്നാണ് വിളിക്കുന്നത്. സോ 4-ാം ദിവസം 8-ാം തീയതി വൈകുന്നേരം, ഏപ്രിൽ 8-ാം തീയതി വൈകുന്നേരം അവർ പെസഹ പെരുന്നാൾ രാത്രിയിൽ, അതായത് സന്ധ്യയായി ഉഷസ്സായി ഒരു ദിവസം എന്നാണ് ബിബ്ലിക്കൽ. അങ്ങനെ പെസഹ പെരുന്നാൾ ആചരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളാണ്. യേശു ദേവാലയത്തിൽ വന്നു, ഹോശാന പാടി, അവർ സ്വീകരിച്ചു. എന്നിട്ട് യേശു മടങ്ങിപ്പോയി. ഇന്ന് ദേവാലയത്തിൽ പ്രവേശിച്ച് ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. കാര്യം യേശു എത്തിയപ്പോൾ തന്നെ വൈകുന്നേരമായിരുന്നു. നാളത്തെ ദിവസം തിങ്കളാഴ്ചയാണ്
യേശുവിൻ്റെ ദേവാലയ പ്രവേശനം. നിങ്ങൾക്കിതിൻ്റെ റെക്കോർഡ് കാണണമെങ്കിൽ മർക്കോസ് സുവിശേഷത്തിൽ 1-ാം അധ്യായം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ ഹോശാനയുടെ ദിവസം, അതായത് ഇന്നത്തെ ദിവസം യേശു ദേവാലയത്തിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ജീസസ് വെൻറ്റ് ഇൻ ടു ദ ടെമ്പിൾ. സോ വെൻ ഹി ഹാഡ് ലുക്ഡ് അറൗണ്ട് അറ്റ് ഓൾ തിങ്സ് ആസ് ദ അവർ വാസ് ഓൾറെഡി ലേറ്റ്, ഹി വെൻറ്റ് ഔട്ട് ടു ബെഥനി വിത്ത് ദ 12. തൊട്ടടുത്തുള്ള ബെഥനി ഗ്രാമത്തിൽ പോയി താൻ വിശ്രമിച്ചു. ബെഥനിയ അല്ല, ബെഥനി ഗ്രാമത്തിൽ താൻ പോയി വിശ്രമിച്ചു. യേശു ക്രിസ്തു ബെഥേനിയയിൽ നിന്ന് വരുമ്പോഴാണ് ഒലിവ് മലയുടെ മുകളിലായിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ ഇന്ന് രാവിലെ വരച്ച് കാണിച്ചു. ഫേസ്ബുക്കിനകത്ത് ആ മെസ്സേജ് ഇപ്പോഴും ഇട്ടിട്ടുണ്ട്, ഹോസാന മെസ്സേജ്. ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലോട്ട് നേരെ കാണാം. അവിടെ നിന്നുകൊണ്ടാണ് കഴുതപ്പുറത്ത് താൻ കയറിയതും. യേശു ക്രിസ്തു ദേവാലയത്തെ നോക്കി യെരൂശലേം പട്ടണം, പഴയ പട്ടണം മുഴുവൻ കാണാം. അവിടെ നിന്നുകൊണ്ട് താൻ നോക്കിക്കൊണ്ട് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, എത്ര പ്രാവശ്യം നിന്നെ ചെരകൻ്റെ കീഴിൽ ഞാൻ മറയ്ക്കാൻ നോക്കി. ആൻഡ് ഹി വാസ് ഗോയിങ് ടു ഡു സംതിങ് വെരി പ്രോഫറ്റിക്. അന്ന് വന്ന് ദേവാലയം മുഴുവൻ താൻ അസസ് ചെയ്തു. അതായത് ഇന്ന് ഹോശാനയുടെ ദിവസം താൻ വന്ന് അസസ് ചെയ്തു. താൻ വന്ന് അവിടെ കണ്ടു എന്തൊക്കെയായി നടക്കുന്നത്. അത് കണ്ടതിന് ശേഷം താൻ തിരിച്ചു പോയിട്ട് പിറ്റേ ദിവസം വന്ന് അവിടെ ഈ പ്രാക്കളെയും ആടുകളെയൊക്കെ പറപ്പിച്ചു വിടുന്നതും ഓർത്ത് നോക്കിക്കേ. യേശു ആ ദേവാലയത്തിൽ വരുമ്പോൾ, ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ പെരുന്നാളിനും വരുമ്പോഴും ചെറുപ്പം മുതലേ വരുന്നതാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചോളം 13-ാം വയസ്സിലാണ് ആദ്യമേ ദേവാലയത്തിൽ താൻ പുരുഷനാണെന്ന് തെളിയിക്കാൻ വരുന്നത്. ഒരു 13 വയസ്സ് പ്രായക്കാരൻ, ഇപ്പം നമ്മുടെ ഈ ആലിയ ഒക്കെ നടക്കുമ്പോഴും 13 വയസ്സിലാണ് അവർ ആലിയ തുടങ്ങുന്നത്. അപ്പം ആലിയ തുടങ്ങുമ്പം അവർ ന്യായപ്രമാണം മുഴുവൻ കാണാപ്പാഠം പഠിച്ചിരിക്കണം. ന്യായപ്രമാണം. അപ്പം ഒരു കുഞ്ഞിനെ പുരുഷനായി ഡിക്ലെയർ ചെയ്യുന്നത്, പുരുഷനാണ് ഇവൻ എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് 13-ാം വയസ്സിലാണ്. 13-ാം വയസ്സിലാണ് ഒരു യഹൂദ ബാലൻ ന്യായപ്രമാണം മുഴുവൻ കാണാപ്പാഠം പോയി ശാസ്ത്രിമാരുടെ മുമ്പിൽ പറയുമ്പോഴാണ് താൻ ഒരു പുരുഷനായി എന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ യേശു 12-ാം വയസ്സിൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, 12-ാം വയസ്സിൽ പോയി അവർ ഈ കുഞ്ഞിൻ്റെ ജ്ഞാനം കണ്ട് വിസ്മയിച്ചു പോയി. 12-ാം വയസ്സിൽ പോയി അന്ന് തന്നെ പുത്രനായി ഡിക്ലെയർ ചെയ്തു. ഒരു യഹൂദൻ്റെ മേട്രിയാക്കൽ സിസ്റ്റം അവരുടെ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കാണ് സ്ഥാനം കൂടുതൽ കുടുംബത്തിൽ. സോ 30-ാമത്തെ വയസ്സിലാണ്, അതൊരു വലിയൊരു ഫങ്ഷനാണ്. ആ 30-ാമത്തെ വയസ്സിൽ അമ്മയെ ഡിക്ലെയർ ചെയ്യുന്നത് ഇദ്ദേഹം പിതാവാണെന്നും അങ്ങനത്തെ ഒരു വലിയ ഫങ്ഷനാണ് 30-ാം വയസ്സിൽ. അതുകൊണ്ടാണ് യേശുവിൻ്റെ 30-ാം വയസ്സിൽ താൻ സ്നാനപ്പെടാൻ വരികയും സ്വർഗം തുറക്കപ്പെട്ട് ഇതെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നുവെന്ന് നമ്മൾ കേൾക്കാൻ. ഇതൊക്കെ ഒരു നോളജിന് വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. എന്നാൽ നാളത്തെ തിങ്കളാഴ്ച ദിവസമാണ് യേശു ദേവാലയ പ്രവേശനം, ഏറ്റവും വിപ്ലവകരമായ ഒരു കാര്യം നടക്കുക. അന്ന് വരെയും ദേവാലയത്തിൽ നടക്കാത്ത ചില കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് കാഴ്ചപ്പാടും എല്ലാം കൊണ്ടുവരുമായിരുന്നു. പക്ഷേ അവർക്ക് അവർ അബ്രഹാമിൻ്റെ സന്തതിയാണെന്നും അബ്രഹാമിൻ്റെ സന്തതിക്ക് ഉള്ള അവകാശങ്ങൾ, രോഗസൗഖ്യം അവരുടെ അവകാശമായിരുന്നു, അത് പറയത്തില്ല. മറിച്ച് അവരെ ഇട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കാഴ്ചകളും പൈസയൊക്കെ വാങ്ങിച്ച്, നേർച്ചകൾ വാങ്ങിച്ച് അവരെ പറഞ്ഞിടുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നും ദേവാലയത്തിൽ നടന്നിട്ടില്ല. 2, ദേവാലയത്തിനകത്ത് ചട്ടൻ, പൊട്ടൻ, കുരുടൻ എന്ന് പറഞ്ഞാൽ ശാരീരിക വൈകല്യമുള്ളവരാർക്കും കയറാൻ പറ്റത്തില്ല ദേവാലയത്തിൽ ദൈവം വരുന്ന ആളല്ലേ. അതുകൊണ്ട് ഇതെല്ലാം ശാപമായിരുന്നു. അപ്പോൾ ശപിക്കപ്പെട്ടവർക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാൻ മേല. അങ്ങനെ ഒരു അവസ്ഥയിൽ ദേവാലയം നിൽക്കുമ്പോൾ ആണ് യേശു പിതാവാം ദൈവം, അന്ന് വരെയും പരീശന്മാരും ശാസ്ത്രിമാരും പിടിച്ചിരുന്ന ദേവാലയം, അവർ പഠിപ്പിക്കുന്നതിൻ്റെ അപ്പുറമൊന്നുമില്ല. അവർ കീപ്പേഴ്സ് ഓഫ് ദ ലോ, അവരാണ് ഈ ദേവാലയത്തിൻ്റെ ഫൈനൽ വേർഡ് അവരാണ് എന്ന് പറഞ്ഞു വരുമ്പോഴാണ് യേശു വന്ന് മോശയുടെ ന്യായപ്രമാണവും എല്ലാം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇവർക്കങ്ങ് അസ്വസ്ഥരായി. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു.
ജനങ്ങൾ ഇതുവരെയും കേട്ട യേശുവിനെ കുറിച്ച് പറയുന്ന അവൻ്റെ ലാവണ്യ വാക്കുകൾ. അതാ ദൈവത്തിൻ്റെ വാക്ക് എപ്പോഴും ഭയപ്പെടുത്തുന്ന വാക്കല്ല, ലാവണ്യ വാക്കുകളാണ്. ദൈവം ഒരിക്കലും നിന്നെ തിന്നുകളയെന്ന് പറയുന്നവനല്ല, സ്നേഹിക്കുന്നവൻ. പക്ഷേ നമ്മൾ പഴയ നിയമത്തിൽ പല സ്ഥലത്തും അത് കാണുന്നുണ്ട്. കാര്യം വീണ്ടും ജനിക്കാത്തവന് വേറെ ഭാഷ മനസ്സിലാകത്തില്ല. അവർക്ക് ഭയപ്പെടുത്തണം, വാഗ്ദത്തം കൊടുക്കണം. നിങ്ങളും ഞാനും വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല, വാഗ്ദത്തത്തിൻ്റെ അവകാശിയാണ്. വാഗ്ദത്തത്തിൻ്റെ അല്ല, വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിൻ്റെ അവകാശിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാവും റോമർക്ക് എഴുതിയ ലേഖനം വിട്ട് വരുമ്പോൾ. സോ യേശു ക്രിസ്തു ദേവാലയത്തിൽ വരുമ്പോൾ, മർക്കോസ് സുവിശേഷത്തിലാണ്. ഞാൻ രാവിലത്തെ മീറ്റിങ്ങിൽ കുറച്ച് സ്പീഡ് കൂടിയാണ് പറഞ്ഞത്, കാര്യം ഐ ഹാവ് ടു റീച്ച് സംവെയർ. ദേവാലയത്തിൽ വരുന്ന സമയത്താണ് അത്തിവൃക്ഷത്തെ കണ്ട് അവിടെ മുകളിൽ, ഒലിവ് മലയുടെ മുകളിൽ നിന്ന് താൻ നോക്കി, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറിച്ച പോലെ എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളെ മറിക്കാൻ നോക്കി, ചെയ്തില്ലല്ലോ. വളരെ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം നടത്തിയവർ, ദൈവം വിടുവിച്ചവർ, ദൈവമാണെന്ന് തെളിയിക്കാൻ ഉപയോഗിച്ച ഒരു സമൂഹം. എന്നാൽ അവർ ദൈവത്തോട് മറുതലിച്ചു. അപ്പോൾ അന്ന് അവിടെ വിലപിച്ചു. ഇവിടെ പറയുക അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ. എൻ്റെ അത്തിവൃക്ഷം എപ്പോഴും യഹൂദനുമായിട്ട് ഒരു ബന്ധമുണ്ട്. യേശു സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അത്തിവൃക്ഷം തളർക്കുമ്പോൾ എൻ്റെ വരവിൻ്റെ ഒരു അടയാളമാണ്. അത്തിവൃക്ഷം എന്ന് പറയുമ്പോൾ യഹൂദൻ മടങ്ങി വന്ന് തൻ്റെ രാജ്യത്തിൽ തളർക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും എൻ്റെ ഈ യഹൂദന്മാർ ലോകരാജ്യങ്ങളിൽ നിന്ന് മുഴുവൻ മാറി. ഇന്ന് കൊച്ചിയിൽ അവരുടെ തോറ വായിക്കണമെങ്കിൽ 10 പേര് വേണം. അത് മോശയുടെ ന്യായപ്രമാണ പ്രകാരം 10 പേരെങ്കിലും വായിക്കാനായിട്ട് വേണം. ഇന്നതില്ല. അവിടെ ഉള്ളവരെല്ലാം ഈ എന്നാ പറയണ്ടേ, മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷികളുടെ പോലെ അവർക്ക് സമയം അറിയാം, അവർ തിരിച്ചു പോകാൻ തുടങ്ങും. എന്ന് പറഞ്ഞതുപോലെ ലോകരാജ്യത്തിൽ നിന്നും എല്ലാ ഗോത്രക്കാർ, ഇന്ത്യയിൽ നിന്നും 3 പ്രധാന ഗോത്രക്കാർ ഇന്ത്യയിലുണ്ട്. അവരും യാത്ര പുറപ്പെടുക. ഒന്ന് ബെൻ മനീഷ, എഫ്രൈം, സബ്ലൂൺ. ഈ 3 ഗോത്രക്കാർ ഈ ഭാരതത്തിലുണ്ട്. അവിടുന്ന് ഓർത്തെനിക്ക് അവർ ഈ പീഡനകാലം ചെതറി. യേശു അവരോട് പ്രവചിച്ച ഒരു കാര്യമായിരുന്നു. യേശു അന്ന് ദേവാലയത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ശേഷം, രാവിലത്തെ മെസ്സേജ് തോമസ് കുട്ടി ബ്രദറിൻ്റെ മിസ് ചെയ്യരുത്. അതോടെ ദേവാലയത്തിൽ നിന്ന് യേശു ഇറങ്ങുമായിരുന്നു. ദൈവം ദേവാലയം വിട്ടു എന്ന് പറയുന്ന ആ മാത്രയിൽ. സോ അവിടുന്ന് ഇറങ്ങിയ ശേഷം ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞത് അതിന് ശേഷമാണ്. AD 70 അത് സംഭവിച്ചു. അന്ന് നടന്നില്ല. യേശുവിൻ്റെ പുനരുത്ഥാനം കഴിഞ്ഞ് അത് നടന്നില്ല. എന്നാൽ AD 70 അത് നടന്നു. 70. സോ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ, പ്രവചനം നോക്കുമ്പോൾ, ഈ ബൈബിളിലെ ഓരോ വാക്കുകളും ജീവൻ വരാൻ തുടങ്ങും. ഇറ്റ് ഈസ് കമ്മിങ് ടു ലൈഫ്. അതുകൊണ്ടാണ് ഈ ഇന്നർ ചേംബർ എന്ന് പറഞ്ഞ മെസ്സേജ് ഈ ദിവസങ്ങളിൽ ഇറ്റ് ഈസ് ബ്രിങ്ങിങ് യു ടു ലൈഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ. സമാധാനമുള്ളത്, സ്വസ്ഥതയുള്ളത്, ഇതെല്ലാം നടക്കുമ്പോഴും ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള ഒരു തോന്നൽ, ഇതെല്ലാം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് വിച്ച് നൗ വി വിൽ ഗോ. റോമൻസ് എഴുതിയിലായിരുന്നു. നൗ അവിടെ അത്തിയുടെ അടുക്കൽ വന്ന് യേശു ഇറ്റ് വാസ് ഡൂയിങ് ഹീസ് എ പ്രോഫിറ്റിക്. ഹി സേസ്, നിൻ്റെ അടുക്കൽ വന്നത് ഫലം കായ്ക്കാൻ, ആൻഡ് യു ഹാവ് റിജക്റ്റഡ് മീ, അതുകൊണ്ട് നിന്നിൽ നല്ലതായിരിക്കും ഇനിയും ഫലം കായ്ക്കുന്നത്. എന്നിട്ട് ഹി ഗോസ് ഓഫ്. അതിന് ശേഷം ദേവാലയത്തിൽ പോകുന്നു. അവിടുത്തെ ആടുകളെയും പ്രാക്കളെയും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, പൈസ ഇല്ലാത്തവർക്ക് ഒരു കുറുപ്രാവ്, യേശുവിൻ്റെ സമർപ്പണ ദിവസം ലൂക്കോസ് 2 തൻ്റെ അമ്മ ഒരു കുറുപ്രാവ് ആണ് അവർ കൊടുത്തത്. സോ മിൽട്ടൺ ബ്രദർ എഴുതിയ കണ്ടായിരുന്നു. 2 പേരും യഹൂദന്മാരും അവർ തിരിച്ച് ജെറൂസലേമിൽ പോയെന്നാണ് എഴുതിയത്. സോ അവർ മിച്ചമുള്ള ആരുമില്ല ഇവിടെ. അങ്ങനെ ആ കുറുപ്രാക്കളും ഇത് മുഴുവൻ അവിടെ നിന്ന് അങ്ങ് മാറ്റി, അവിടെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. കാര്യം യഹൂദൻ്റെ 3 പ്രധാന ഫെസ്റ്റിവൽസാണ്. ഒന്ന് പാസ് ഓവർ, 2 ടാബർനാക്കിൾ, 3 പെൻറ്റക്കോസ്റ്റ്. അത് കൂടാതെ ഒത്തിരി അതർ ഫെസ്റ്റിവൽസ് ഉണ്ട്. പക്ഷേ ഇതാ പ്രധാന 3 ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് ഉണ്ട്,
അങ്ങനെ ഫെസ്റ്റിവൽസ് ഉണ്ടെങ്കിലും ഇത് 3 പ്രധാനമാണ്. അതുകൊണ്ട് ഈ ജനം മുഴുവൻ പല സ്ഥലത്തു നിന്നും ദേശത്തു നിന്നൊക്കെ വരുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും പല നാണയങ്ങളാണ്. ആ നാണയങ്ങൾ അവിടുത്തെ ലോക്കൽ നാണയമായിട്ട് ഷെക്കേലായിട്ട് മാറി അത് വെച്ച് വേണം ആടിനെ വാങ്ങിക്കാൻ. അപ്പോൾ അതിനുവേണ്ടി അവിടെ മണി എക്സ്ചേഞ്ച് ഉണ്ട്, വലിയ ബിസിനസ്സാണ് നടക്കുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും ഭയങ്കരമായിട്ട് കർത്താവ് തകർത്ത് ഒരു വലിയ ഹോളിവുഡ് മൂവി പോലെയാണ് യേശു അവരെല്ലാം മാറ്റി. ആൻഡ് ഹീ സെഡ് കം ഓൺ. എല്ലാം വെളിയിൽ നിന്ന് ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന ബാലന്മാർ എന്ന് പറഞ്ഞാൽ സൗഖ്യമാകാത്തവരും. ഈ യോഹന്നാൻ 12:12 യേശു പറയുന്ന ആ വാക്ക് നോക്കണം. പുരുഷാരം മുഴുവൻ യേശുവിൻ്റെ കൂടെയായി. ദേവാലയത്തിൽ പെരുന്നാളിന് വന്നവരാണ്, പക്ഷേ ദേവാലയത്തിൽ അവർക്ക് കിട്ടാഞ്ഞതൊന്ന് യേശുവിൻ്റെ വാമൊഴിയായി കിട്ടി, സ്വാതന്ത്ര്യം. അവർക്ക് ഇന്ന് നേർച്ച കൊടുക്കണ്ട, എന്നാലും സൗഖ്യമാകുക. അവർ ഒന്നും ചെയ്യണ്ട, യേശു അവരെ വിടുവിക്കുക. സോ അവരിതുവരെ കേട്ടിട്ടില്ലാത്ത ഇവൻ ഏത് അധികാരത്തിൽ ഇത് ചെയ്യുന്നു? ഇവൻ്റെ വാക്കുകൾ കണ്ട് വിസ്മയിക്കുന്നു. കപ്പർനഹൂമിൽ പറയാം, ഇതുപോലെ ഞങ്ങൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ആ വീടിനകത്തോട്ട് ഇറക്കിക്കൊണ്ടുവരുമ്പം സൗഖ്യമാക്കുന്നു. പാപം ക്ഷമിക്കുന്നതോ അതോ തളർവാദി എഴുന്നേൽപ്പിക്കുന്നതാണോ എളുപ്പം എന്ന് പറഞ്ഞ് പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഇവന് ആരാ അധികാരം കൊടുത്തേ പാപം ക്ഷമിക്കാൻ? യേശു പറഞ്ഞു, പാപം ക്ഷമിക്കുന്നതാണോ അതോ ഒരു തളർവാദി എഴുന്നേൽക്കുന്നതാണോ നല്ലതെന്ന് പറഞ്ഞാൽ തളർവാദി ചാടി എഴുന്നേൽപ്പിച്ചു. എല്ലാവരുടെ വായ അടയ്ക്കുന്ന നിലയിൽ, ആർക്കും തൊടാൻ മേലാത്ത നിലയിൽ യേശുവിൻ്റെ പിന്നാലെ ജനം വന്നു. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ സുവിശേഷം 12 ഒരു വാക്ക് പരീക്ഷന്മാർ പറയുന്നുണ്ട്, ലോകം മുഴുവൻ ഇവരുടെ പുറകെ പോയി. അവിടെ ഒരു അസൂയ കാണും. അവിടെ പരീക്ഷ അതിൻ്റെ 19 18 മുതലൊന്ന് വായിച്ചാൽ ലാസർ ഉൾപ്പെടെ എല്ലാവരും കൂടെ യേശുവിൻ്റെ പുറകെ നടക്കുക. യേശുവിൻ്റെ പിന്നാലെ ലാസർ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ലാസർ, അതാ 17 വാക്യം കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റി. അവൻ ഇതാ കാരണം. ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മരിച്ചവരെ ഇതുവരെ അവർ കേട്ടിട്ടില്ല. അവർ കേട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ശബ്ബത്ത് ദിവസം ദേവാലയത്തിൽ പോവുക, നേർച്ച ഇടുക, അവിടുത്തെ ശാസ്ത്രിമാരും പരീക്ഷന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിങ്ങ് പോരും. അതിൻ്റെ അപ്പുറം ദൈവം ജീവനോടെ ഉണ്ടെന്നും ഈ ദൈവം സൗഖ്യമാക്കുന്നവനാണെന്നും ഇതൊന്നും ഇവരെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ കൂനിയായ സ്ത്രീയെ അവിടെ സൗഖ്യമായപ്പോൾ അവിടുത്തെ പരീക്ഷൻ നിരസിച്ചിട്ട് നീരസമുണ്ടായി, ദേഷ്യമുണ്ടായി. എന്നിട്ട് യേശുവിനോടൊന്നും പറയാൻ പറ്റില്ല, ജനങ്ങളോട് പറഞ്ഞു 6 ദിവസം ഉണ്ടായിരുന്നല്ലോ സൗഖ്യമാക്കാൻ, നീ ശബ്ബത്തിൽ തന്നെ വേണമല്ലേ. ഉടനെ യേശു അവരോട് പറഞ്ഞൊരു വാക്ക, കപടഭക്തിക്കാരെ, ഇവളും അബ്രഹാമിൻ്റെ സന്തതി എന്ന് നിങ്ങളെല്ലായിരുന്നു പഠിപ്പിക്കേണ്ടത്. സാത്താൻ ബന്ധിച്ച ഇവളെ ഞാൻ വിട്ടയക്കുക. സോ ഇറ്റ് വാസ് എ ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ. അപ്പോൾ ഇതെല്ലാം കണ്ട് ജനം, ദേവാലയത്തിൽ വന്ന ജനവും യേശുവിൻ്റെ കൂടെ അങ്ങ് കൂടി. എന്നിട്ട് അവിടെ 19 വാക്യത്തിൽ പറയാം, പരീക്ഷന്മാർ therefore said among themselves, you see what you are accomplishing, and look at the whole world has gone behind it. ആകയാൽ പരീക്ഷന്മാർ തമ്മിൽ ഞങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല. ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് യേശു. അവിടെ അസൂയയായി. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് പഴയ പോലെ ജനങ്ങളെ ഭയപ്പെടുത്താൻ മേല, പഴയ പോലെ അവരെ ഇത് കീറിക്കളയുന്നൊന്നും പറയാൻ മേല. അതേ യേശു വന്നിരിക്കുക, ഹീ ഈസ് സെറ്റിംഗ് പീപ്പിൾ ഫ്രീ. എന്നിട്ട് ആണ് യേശു മടങ്ങി വന്നു. എന്നിട്ടാണ് മർക്കോസ് സുവിശേഷത്തിൽ പിറ്റേ അന്ന് അതിൻ്റെ 12 വാക്യം 11:12, അതായത് ദേവാലയത്തിൽ ഇന്ന് ചെന്നു, സൺഡേ, നിസാൻ 10 മാസം അവിടെ ചെന്നു, വിശ്രമിച്ചു. കാര്യം അന്ന് രാത്രി അവിടെ ചെന്നപ്പോഴത്തേക്ക്, കാര്യം ഇവിടുന്ന് കയറി ഇറങ്ങി ഒലിവുമേൽ കയറി ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ സമയം പോകും. ചെന്ന ശേഷം നൗ അഗെയിൻ 12 മുതൽ 10-20 വരെയാണ് ഹിസ് എൻട്രി ഇൻ ടു ദ ടെമ്പിൾ എൻട്രി ഈസ് സോ ഫാന്റാസ്റ്റിക്. ഇതുവരെ ദേവാലയത്തിൽ കയറാൻ പറ്റാത്തവരെ ദേവാലയത്തിൽ കയറി അവരെ അവിടെ വെച്ച് സൗഖ്യമാക്കി. എല്ലാവരെയും സൗഖ്യമാക്കി. 3 വർഷം സൗഖ്യമാകാത്തവർ മുഴുവൻ അവിടെ വെച്ച് സൗഖ്യമാക്കി.
അത് കഴിഞ്ഞിട്ടാണ് 19 അവിടെ വൈകുന്നേരമായി, ഈവനിങ് കെയിം, ഹി വെൻറ്റ് ഔട്ട് ഓഫ് ദി സിറ്റി. വീണ്ടും പിറ്റേ ദിവസം വീണ്ടും താൻ വരുക. അപ്പം തിങ്കളാഴ്ച വീണ്ടും അവിടെ വരുമ്പം ചൊവ്വാഴ്ച വീണ്ടും വരുക. പത്രോസ് അത് കണ്ടപ്പോൾ പറഞ്ഞു, ആണ്ടെ ഈ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. വിച്ച് മീൻസ് ഇറ്റ് വാസ് എ പ്രോഫറ്റിക് തിങ്. എന്നിട്ട് യേശു പറഞ്ഞു, ഒരുവൻ ഹൃദയത്തിൽ സംശയിക്കാതെ ഹി ഗോസ് ഇൻ ടു എ ഡിഫറെൻറ്റ് ടോപ്പിക് ടോട്ടലി. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഇസ്, ആ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയി. ഞാൻ അതിനെ പറയുന്നത് പാപത്തിൻ്റെ വേര്, പാപവും ന്യായപ്രമാണവും എല്ലാത്തിൻ്റെ വേര് കർത്താവ് ഉണക്കിക്കളഞ്ഞു. ആൻഡ് സെറ്റ് ടു ലിബർട്ടി എവ്രി വൺ ടോട്ടലി ഫ്രീ. സോ ഈ പറഞ്ഞതിന് ശേഷം ആൻഡ് വി കം ബാക്ക്. ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസത്തെ മെസ്സേജ് യു ഷുഡ് ലിസൺ. ഇന്ന് ദേശം മുഴുവൻ നമ്മൾ ഇന്ത്യ മുഴുവൻ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. വി ആർ വൺ വിത്ത് ദ ഫൈറ്റ് ഫോർ കൊറോണ. സോ വി ആർ ദ ലൈറ്റ് ആൻഡ് വി ആർ ഗോയിങ് ടു പ്രേ ഫോർ ദ നേഷൻ. സോ റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 9 മിനിറ്റ് നമ്മളെല്ലാവരോടും പ്രാർത്ഥിക്കണം. നമ്മൾ കുറച്ചുകൂടെ കൂട്ടി 10 മിനിറ്റ് അങ്ങ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 9 is it time? 9 9 മുതൽ 9 എന്ന് പറഞ്ഞല്ലേ, നമ്മൾ 10 മിനിറ്റ് കുറച്ച് കൂടുതൽ നേരം പ്രാർത്ഥിച്ചേക്കാം. പ്രാർത്ഥന നമ്മളെ കർത്താവിൻ്റെ വെളിച്ചങ്ങൾ, നമ്മൾ അവരവരുടെ ഭവനങ്ങളിൽ കൈ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക നമ്മുടെ രാജ്യത്തിന് വേണ്ടി. ദൈവം രാജ്യത്തിൽ നമ്മൾ ഒറ്റ മനസ്സാണ്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന, പ്രധാനമന്ത്രി മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ, ഹെൽത്ത് മിനിസ്റ്റേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, പോലീസ്, എല്ലാവരുടെ കൂടെ നമ്മൾ ഐക്യദാർഢ്യം, നമ്മൾ ഒന്നാണ് എന്ന് പറയാൻ പോവുക. നമ്മളെ വെളിച്ചങ്ങൾ, നമ്മുടെ കരങ്ങളെല്ലാം ഉയർത്തി നമ്മൾ 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോവുക. ഇപ്പോഴല്ല, 9 മണിക്ക്. സോ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം. സോ ഞാനിതൊരു ബ്രീഫ് തരുക. നാളെ മുതലുള്ള മെസ്സേജസിൽ ഓരോ ദിവസവും ദിസ് ഡേയ്സ് ആർ ദ എന്നാ പറയുന്നത്, ഇതാ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും അധികമായ നടന്ന കാര്യത്തിൽ. പക്ഷേ ഇന്ന് വീണ്ടും ജനനം നടന്നില്ലായിരുന്നെങ്കിൽ ഒരു പാർട്ടിക്കും ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. ഒരു കല്ലറ കൊണ്ട് ഇത് അവസാനിക്കുകയായിരുന്നെങ്കിൽ. ഇത് കല്ലറയല്ല, പുനരുത്ഥാനത്തിൻ്റെ മാർഗമാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൽ നടക്കണം. ഈ ദിവസങ്ങളിൽ പല ആൾക്കാർ ഇനിയും ഇത് ലോകാന്ത്യമാണോ, പ്രവചനങ്ങൾ പറയുന്നു. ലോകം അന്ത്യമാണോ, ലോകത്തിൽ എന്താ ഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ ദൈവമില്ലാത്തവരാണ് അന്വേഷിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ദൈവ മക്കൾ മാനസാന്തരപ്പെടണം. എന്തെങ്കിലും തെറ്റുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഇത് കൊറോണ വന്നുകൊണ്ടല്ല മാനസാന്തരപ്പെടേണ്ടത്, ദിനംതോറും മാനസാന്തരപ്പെടണം. അതിൻ്റെ കാരണം എന്നാലേ ദൈവം നിത്യജീവൻ തന്ന, നമുക്ക് യേശു പറഞ്ഞ വാക്കുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാനും മാത്രം. ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ. അപ്പം എല്ലാവർക്കും ഈ ജീവൻ കിട്ടിയതോടെ അവർക്ക് സന്തോഷമാണ്. അതിൻ്റെ അപ്പുറം അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയ കാര്യം വരുമ്പം, അല്ലെങ്കിൽ അവർ കേട്ടതും ഇവർ പറഞ്ഞതും ഒക്കെ കേട്ട് വരണ്ടു പോകുന്നത്. പണ്ടെന്തോ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് ഇളക്കം വരിക. നാം പ്രവചനങ്ങളെ തുച്ഛീകരിക്കരുത്, എന്നാൽ അതിൽ നിന്നും നല്ലത് മാത്രം എടുത്താൽ മതി. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി താന് നിത്യതയിലാണോ കൂടുതൽ ഉറപ്പ്, അതോ ഈ ഭൂമിയിലാണോ ഉറപ്പ്? അപ്പം ഭൂമിയിൽ എന്തോ ഭവിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുന്നത് ഇവിടുത്തെ ആൾക്കാർ, രക്ഷിക്കപ്പെടാത്തവരാണ്. രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തി തന്നെ സംബന്ധിച്ചോളം ഒരു കാരണവശാലും ഒരു ഭയവുമില്ല. കാര്യം എന്താ? തൻ്റെ നിത്യദേശമല്ല ഇത്. തന്നെ സംബന്ധിച്ചോളം ഇവിടെ ഒരു ദൗത്യത്തിന് വേണ്ടി താൻ നിൽക്കുന്നു. അപ്പം കർത്താവിൻ്റെ എതിർ ക്രിസ്തു വരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എതിർ ക്രിസ്തു വരുന്ന സമയത്ത് നമ്മളിവിടെ ഇല്ല. എന്നാൽ ഇപ്പം പേടിക്കേണ്ട എതിർ ക്രിസ്തുക്കളെയാണ്. എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം പോരാ, ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുന്നവരെയാണ് പേടിക്കേണ്ടത്.
വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയായി യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്ന നമുക്ക് ഒരു ഭയവും ഇല്ല. ചിലർ ചെറിയൊരു കാര്യം വന്നാൽ മതി, അയ്യോ എന്ന് സംഭവിച്ചു, എന്നാലും ഇത്രയും വലിയ വിശ്വാസിയായിരുന്നു, ആണ്ട് മരിച്ചു പോയല്ലോ. എടാ, അതല്ലേ ഇത്രയും ദിവസം നമ്മൾ കേട്ടത്? നിത്യജീവനല്ലേ വലുത്? ഈ ലോകത്തിൽ നിന്നും അടുത്ത ലോകത്തിലോട്ട് നമ്മൾ വന്നത് തന്നെ വേറെ ഒരു ലോകത്തിൽ നിന്നാണോ അല്ലയോ? വി വർ സെൻറ്റ് ഓവർ ഹിയർ. നിത്യതയല്ലേ വലുത്? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇവിടെ തൈവാനിൽ പോയ സമയത്ത് അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു 2 ക്രൂസൈഡും ഉണ്ട്, എല്ലാം ബെസ്റ്റായിട്ട് നടക്കുന്നു. ക്രൂസൈഡ് എന്ന് പറഞ്ഞ പദം മോശമായ പദമാണ്. ഫെസ്റ്റിവൽ ഓഫ് ജോയ് എന്ന് പറയാം. ക്രൂസൈഡേഴ്സ് ക്രൂശിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവർ. നമ്മൾ യുദ്ധം ചെയ്യുന്നവരല്ല, സ്നേഹിക്കുന്നവരാണ്. നൗ ഇവർ പറഞ്ഞു ഇങ്ങനെ 2 മീറ്റിംഗ് ഉണ്ട്. അപ്പം ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പോയി ഇതിനെല്ലാം പിടിച്ച് കുലുക്കണം എന്നൊക്കെ പറഞ്ഞ അമ്മച്ചി എന്നെ വിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയെന്ന് പറയുന്നത് ചെറുപ്പം മുതൽ എന്നെ വളർത്തി. 13 വയസ്സിൽ എൻ്റെ ഫാദർ മരിച്ച ശേഷം എന്നെ വളർത്തി. ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. അമ്മച്ചി പറഞ്ഞിരിക്കുക യേശു നാമത്തെ അവിടെ പോയി വലിയ കുലുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പം കേൾക്കുന്ന വാർത്ത അമ്മച്ചി മരിച്ചുപോയി. 8 മണിക്കൂർ യാത്ര ചെയ്തേവാൻ. അപ്പം ആ ഒരു നിമിഷം എനിക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. ഞാൻ കേട്ട ഉടനെ ഒരു ഞെട്ടലുണ്ടായി. അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇവിടെ മീറ്റിംഗ് നടത്തണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അമ്മയുടെ ഫ്യൂണറലിന് വേണമെങ്കിൽ പോകാം. അപ്പോൾ ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു, നോക്ക്, ഞാനല്ല തീരുമാനമെടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഏത് കാര്യത്തിലും ഒരു ഡിസിഷൻ യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ വേണം ഡിസിഷൻ എടുക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ഞാനല്ല തീരുമാനിക്കുന്നത്. എന്നെ അയച്ചവരുണ്ട്, എൻ്റെ ക്യാപ്റ്റനുണ്ട്, എൻ്റെ കമാൻഡറുണ്ട്, യേശു. ഞാൻ ഒരു 5 അടി മുമ്പോട്ട് മാറി ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചു, യേശുവെ ഞാൻ എന്താ ചെയ്തത്? ഞാൻ കേട്ടൊരു വാക്ക്, ഞാൻ കേട്ട ഓഡിയബിളല്ല, എൻ്റെ ഉള്ളിൽ നിന്നും വന്നൊരു ശബ്ദം, യു ആർ മൈ സോൾജർ. നീ എൻ്റെ ഭടന യുദ്ധത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു വികാരവുമില്ല. നിൻ്റെ അമ്മ എൻ്റെ കൂടെ നിത്യതയിലുണ്ട്. നോ ആ സമയത്ത് ഞാൻ വേണമെങ്കിൽ തിരിച്ചു പോരാം. പക്ഷെ ഞാൻ കേട്ടത് എന്താ? മുമ്പിൽ പോയി പ്രസംഗിക്കാൻ. 2 കരയരുത്. ഞാൻ തിരിച്ച് മുറിക്കകത്ത് ഒറ്റയ്ക്ക് പോയി ഒത്തിരി കരഞ്ഞു, വിഷമത്തിൽ. പക്ഷേ മീറ്റിംഗ് സമയമായപ്പോൾ ചാടി എഴുന്നേറ്റു യോഗത്തിന് പോയി തുള്ളി ചാടി. ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ മരിച്ചു. പക്ഷേ അങ്ങോട്ടല്ലേ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ അമ്മയെ നിത്യതയിൽ കാണാൻ പോകുന്ന ഈ യാത്ര മുഴുവൻ അങ്ങോട്ടല്ലേ. അതുകൊണ്ട് നമുക്ക് തുള്ളിച്ചാടി, നിത്യത അത്രയും ഉറപ്പാണ്. കർത്താവിനോട് പറഞ്ഞത്, നിൻ്റെ അമ്മയുടെ ശരീരം മാത്രം അവിടെ കിടക്കുന്നത്, അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അതല്ലേ നിത്യതയുടെ ഉറപ്പ്. വേറെ ആർക്കെങ്കിലും ഇത്രയും വലിയൊരു പ്രത്യാശയുണ്ട്? ഇല്ല. സോ നമ്മൾ അടുത്ത ഒരു മിനിറ്റ് കൂടെ ഉണ്ടെന്ന്. സോ വി വിൽ ജോയിൻ ദ നേഷൻ ഇൻ പ്രയർ. നിങ്ങളും ഞാനും ആ കർത്താവിൻ്റെ വെളിച്ചങ്ങൾ നമ്മൾ ഒരു മനസ്സോടെ നമ്മുടെ കരം ഉയർത്തുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ യേശുവിൻ്റെ വെളിച്ചങ്ങളാണ്. നമ്മൾ ആ കരം ഉയർത്തുന്നതെങ്കിൽ നമ്മൾ ആ വെളിച്ചം ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുക. മലമേൽ പട്ടണം തിളങ്ങുന്നത് പോലെ നമ്മൾ കർത്താവിൻ്റെ വെളിച്ചങ്ങളാണ്. We are going to pray. We are going to declare that we are one with you doctors, one with you nurses, one with you government. We are going together to pray for India. നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലായിടത്തും നിങ്ങളും ഞാനുമാണ് യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചങ്ങൾ. നിങ്ങൾ ലോകത്തിലെ വെളിച്ചമാണ്. സോ നമ്മൾ ആ കരം ഉയർത്തുമ്പോൾ വെളിച്ചം ഉയർത്തുന്നതിൻ്റെ തുല്യമാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, ഞങ്ങളുടെ രാജ്യം മുഴുവൻ ഒരു മനസ്സോടെ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ
ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായവൻ, ലോകത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ എൻ്റെ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ അദ്ദേഹത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മന്ത്രിമണ്ഡലങ്ങളിലുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനെ, സെൻറ്റേഴ്സിൻ്റെ എല്ലാ മിനിസ്റ്റേഴ്സിനെയും പ്രതിപക്ഷത്തെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിജി ശ്രീ പിണറായിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹെൽത്ത് മിനിസ്റ്റർ ഇത്രയും ധൈര്യമായി ഇതിന് മുമ്പിൽ നിന്ന് മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ശൈലജ ടീച്ചറിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ മുഴുവൻ മന്ത്രിമണ്ഡലത്തിലെയും ഓരോ ഉദ്യോഗസ്ഥന്മാരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസം സൈന്യത്തിൽ നിന്നുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ ബോർഡറിൽ നിന്നും സൈന്യത്തിലെ ആ പട്ടാളക്കാർ ഞങ്ങൾക്ക് വേണ്ടി റിക്വസ്റ്റ് അയച്ചല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നത് അവർ ജാഗരിച്ചിരിക്കുന്നത് കൊണ്ട്, ആകയാൽ യേശുവിൻ്റെ നാമത്തിൽ പട്ടാളക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ റീമാനാരാഖ സിയാധുരാധ റീബീഷ് സിയാധുരന്ധരാധര. ഓ, വി ആർ ലൈറ്റിംഗ് അവർ പ്രേയേഴ്സ് ബിഫോർ യു, വി ആർ ബ്രിങ്ങിങ് അവർ പ്രേയേഴ്സ് ബിഫോർ യു ഫാദർ. കർത്താവെ, ഞങ്ങൾ ആരാധന, ഞങ്ങളുടെ സ്തോത്രങ്ങൾ, ഞങ്ങളുടെ സ്തുതികൾ, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങൾ ഇടുവിൽ നിൽക്കുകയാണ്. രാജകീയ പുരോഹിത വർഗമാകയാൽ നീ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന രാജകീയ പുരോഹിത വർഗമായിട്ടാണ്, ഇടുവിൽ നിൽക്കുവാനായിട്ടാണ്. ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി ഞങ്ങൾ ഇടുവിൽ നിൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവേ, ഞങ്ങളുടെ സൈന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുറ്റും രാജ്യത്തിൻ്റെ ആ ഏറ്റവും വിപരീതമായ കാലാവസ്ഥയിലും അവർ ഞങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൈന്യത്തെ പോലെ തന്നെ അധ്വാനിച്ച് ആ ഒരു രാജ്യത്തിൻ്റെ ഭക്ഷണ സുരക്ഷ മുഴുവൻ ആ കർഷകർ, എല്ലാ മേഖലകളിലുള്ള കർഷകർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ ദിവസങ്ങളിൽ ആ എല്ലാ ഭയങ്ങളൊക്കെ മാറി കർത്താവെ, ഒരു സൂര്യൻ ഇരുട്ട് കഴിഞ്ഞ് ഉദിക്കുന്നത് പോലെ ഇന്ത്യയിൽ ഒരു സൂര്യൻ ആ പ്രത്യാശ ഉയരട്ടെ. ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ റീമാന റാഖോസ് യാദുരഥ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ത്യ മുഴുവൻ വിശ്വാസികളും ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ അവർ ഇറങ്ങി നിൽക്കുമ്പോൾ അവരും അവരുടെ കുടുംബത്തെയും അവരുടെ തലമുറകളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലപ്പോഴും പല കാര്യങ്ങൾ നിയമത്തിന് നടപ്പിലാകാൻ പലർക്കും പ്രയാസമുണ്ടാകുക, പക്ഷേ ആ പ്രയാസമുണ്ടാകുന്നവർ മനസ്സിലാക്കാനായി ഉള്ള ഹൃദയം കൊടുക്കണം. ഇവരെ ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഓരോ കാര്യം പറയുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി യേശു മുഖാന്തരമായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഡോക്ടേഴ്സ്, നഴ്സസ്, അറ്റൻഡേഴ്സ്, കർത്താവെ, എത്ര വലിയ ത്യാഗമാണ് അവർ സഹിക്കുന്നത്. എത്രയോ നഴ്സസ് ക്വാറന്റൈനിലാണ്. പല ഡോക്ടേഴ്സും നഴ്സസും അവർക്ക് വീടുകളിൽ പോകാൻ മേലാതെ, ഇന്ന് കേൾക്കുവാൻ സാധിച്ചല്ലോ കർത്താവെ, അവർക്ക് ഭവനത്തിൽ പോകാൻ മേല. അവർ അത്രയും ദിവസം ത്യാഗം സഹിച്ച് ഭവനത്തിൽ കുടുംബത്തെ കാണാതെ രോഗികൾക്ക് വേണ്ടി തന്നെ നിൽക്കുമ്പോൾ കർത്താവെ, പ്രത്യേക ബലം അവർക്ക് നൽകണം. യേശുവിൻ്റെ നാമത്തിൽ ഹൃദയം വേദനിക്കുന്ന അനേക വീഡിയോകൾ കാണുന്നുണ്ട്. നഴ്സുമാർ കരഞ്ഞുകൊണ്ട് കുടുംബത്തെ കരഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്, നിങ്ങളവിടെ സുഖമായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ കർത്താവെ, ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയാണ്. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾ സ്വർഗത്തിലെ ദൈവം മാനിക്കണം. കർത്താവെ, ഞങ്ങൾ അവർക്ക് വേണ്ടി ഇടുവിൽ നിൽക്കുകയാണ്. അവർ കർത്താവെ, അങ്ങയോടുള്ള സ്നേഹത്താൽ ഇത് ചെയ്യുന്നതെങ്കിൽ നീ മറന്നു കളയാൻ അനീതിയുള്ളവനല്ല. കർത്താവെ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലുള്ളവർ കർത്താവെ, ആ റോഡിൻ്റെ സ്വീപ്പേഴ്സ് മുതൽ എല്ലാം കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ രാജ്യം അനുഗ്രഹിക്കപ്പെടണം, രാജ്യം ഉയർച്ച തന്നെ പ്രാപിക്കണം. രാജ്യത്തിൻ്റെ ഇത് കാരണത്താൽ രാജ്യം കീഴോട്ടല്ല, ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്.
കർത്താവെ, ഞങ്ങളുടെ റീച്ചിൻ്റെ പ്രവർത്തനം പോലെ തന്നെ പല സന്നദ്ധ സംഘടനകൾ ഇറങ്ങി പ്രവർത്തിക്കുകയാണല്ലോ. അവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബൗണ്ടറീസിന് അപ്പുറമായി, ഭാഷയ്ക്ക് അപ്പുറമായി കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഭാരതത്തെ അനുഗ്രഹിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോണം യേശുവിൻ്റെ നാമത്തിൽ. മഹസഹുറിയ ദരംധര ദരൗഡര ശസ്യാദര ആലിഖിയാന്തുരവ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ വി ആർ ഡിക്ലെയറിംഗ് എ പ്രൊഫറ്റിക് വേർഡ് അപ്പോൺ ഇന്ത്യ. ഉയർച്ച തന്നെ പ്രാപിക്കും. ലോകത്തിലെ എല്ലാ മേഖലകളിലും ഭാരതം ഉയർച്ച തന്നെ പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ കൊറോണയെ ഇന്ത്യയിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാനായി ഞങ്ങൾ ഒരു മനസ്സോടെ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ലോകത്തിൻ്റെ സകലത്തിനും ഉന്നത രാജ്യമായി ഇന്ത്യ മാറട്ടെ. സാമ്പത്തികത്തിലും ടെക്നോളജിയിലും എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ നമ്പർ 1 ആകട്ടെ. കർത്താവെ, ഞങ്ങളെ അങ്ങ് ഭാരതത്തിൽ ജനിപ്പിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ പോലും അങ്ങേക്കൊരു ഉദ്ദേശമുണ്ട്. ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അനുഗ്രഹമാണ്. രാജ്യത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ അനുഗ്രഹമാണ്. ആകയാൽ കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്ത്യയിലല്ലായിരിക്കും വസിക്കുന്നത്. ഇന്ത്യക്കാരായിരിക്കുന്ന എല്ലാവരും അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ കരം ഉയർത്തി ഇന്ത്യയെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തൽക്കാലമായി നിങ്ങളൊരു ബൗണ്ടറിയിലാണ് നിൽക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവചനം പറയുന്നു, അവൻ കാലങ്ങളും നിവാസ സ്ഥലത്തിന് വേണ്ടി ഒരു ബൗണ്ടറി ഒരുക്കി. He has declared time, season and boundaries for men to live in. കർത്താവെ, ഒരു ബൗണ്ടറിയിൽ ഇന്ത്യയിൽ ജനിച്ചവരാണോ, ഇന്ത്യക്കാരാണോ, അവർ ലോകത്തിൽ എവിടെയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അവർ ഒരു മനസ്സോടെ ഇന്ത്യയെ അനുഗ്രഹിച്ച് തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലകളിലും അനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ജയമെന്ന് ആർത്ത് വിളിക്കുന്ന ദൂതന്മാർ, ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും ഇന്ത്യയുടെ എല്ലാ ഭവനങ്ങളിലും കാവലിനായി നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാ ഭവനങ്ങളിലും അത് പ്രാർത്ഥന ഉയരട്ടെ. കരമുയർത്തി പ്രാർത്ഥിക്കണം. ഒരു രാജകീയ പുരോഹിത വർഗം കരം ഉയർത്തുമ്പോൾ ജയമാ ദേശത്തിന് വേണ്ടി, ജയമാ ഭവനത്തിന് വേണ്ടി, ജയമാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. യേശുവിൻ്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കരമുയർത്തുമ്പോൾ ദേശത്തിൽ വെളിച്ചം ഞങ്ങൾ ഉയർത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്താൽ ഞങ്ങൾ തന്നെ വെളിച്ചമാകിയാൽ ആ വെളിച്ചങ്ങൾ ഞങ്ങൾ ഉയർത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായി സ്തുതിക്കുന്നു എൻ്റെ പിതാവേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് എല്ലാ ദേശങ്ങളിൽ നിന്നും ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഈ 10 മിനിറ്റ് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അന്യഭാഷയെ പ്രാർത്ഥിച്ച് ഇനിയും നമ്മൾ 2 മിനിറ്റ് അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പോവുക. റീഖാനാറബ സന്തലാര ബൗഡര ശസ്യ റീബ രബദ്ധര ദരന്ധര. ഞങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചത് ബുദ്ധിയിലാണെങ്കിൽ ഇനി ആത്മാവിൽ പ്രാർത്ഥിച്ച് എല്ലാ ഭവനങ്ങളിലും ഒരു മനസ്സോടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ തടസ്സങ്ങൾ, എല്ലാ കാരണങ്ങൾ മാറിപ്പോട്ടെ. എല്ലാ കോട്ടകൾ ഇടിഞ്ഞു മാറട്ടെ. രാജ്യം ഒന്നായി കൊടഞ്ഞെഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി കൊടഞ്ഞെഴുന്നേൽക്കട്ടെ. എല്ലാവരും ഒരു മിനിറ്റൂടെ എല്ലാവരും ഒരു മിനിറ്റൂടെ. ഈ ഖാൻ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കരമുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. രാജ്യത്തെ ഉയർത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ പ്രകാശം ഈ ദേശത്തിൻ്റെ മേൽ അടിക്കട്ടെ. അങ്ങയുടെ പ്രകാശം ഈ ദേശത്തിൻ്റെ മേൽ അടിക്കട്ടെ. മോഹത്തിൻ്റെ പ്രകാശം യേശുവിൻ്റെ നാമത്തിൽ ഈ ദേശത്തിൻ്റെ മേൽ അടിക്കട്ടെ. ഈ വരുന്ന 10 മിനിറ്റ് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ദേശത്തിൻ്റെ മേൽ മഹത്വം ഇറങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗ്ലോറി. കർത്താവിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം. അതുകൊണ്ട് നമ്മൾ ഈ സുവിശേഷം അറിയിക്കുന്നത് നമ്മളെല്ലാവരും ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് അടിക്കുകയായിരുന്നു. എല്ലാവർക്കും ബ്യൂട്ടിഫുൾ. വി ആർ വൺ. ഭാരതീയർ ഒന്നാണ്. നമ്മൾ രാജ്യത്തിന് സുവിശേഷം അറിയിക്കുന്നത് എന്തിനാ? ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടാൻ. എന്തിനാ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നത്? രാജ്യം അനുഗ്രഹിക്കപ്പെടാൻ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ നമ്മൾ ഇന്നലെ
എട്ടാം വാക്യം എന്ന് വായിച്ചു. ജഡസ്വഭാവമുള്ളവർക്ക് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല. ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല. ഞാൻ ഇന്നൊരു വാർത്ത കണ്ടു, അത് ശരിയാണോ ഇല്ലയോ എന്നറിയത്തില്ല. കോട്ടയം ഹാസ് ബീൻ ഡിക്ലെയർഡ് കോവിഡ് ഫ്രീ. അത് ശരിയാണോ? ആരും എനിക്ക് അയച്ചു തന്നതാ. കോവിഡ് ഫ്രീ ഡിസ്ട്രിക്റ്റ് ആണ് കോട്ടയം. മനസ്സിലായല്ലോ കോട്ടയംകാരാരെന്ന്. എനിഹോ, പ്രാർത്ഥിക്കുന്നവർ ഉള്ളിടത്ത് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങും. ഓക്കെ, വായിച്ചേ. So then those who are in the flesh, ജഡത്തിലായിരിക്കുന്നവർക്ക്, അപ്പം അവരെല്ലാം റീസണിങ് ആയിട്ടാണ് നടക്കുന്നത്, ജഡത്തിലാണ് നടക്കുന്നത്. നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഈ 8:1 മുതൽ 16 വരെയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. And then we will go into a deeper life in Christ. അല്ലെങ്കിൽ ആ ഇന്നർ ചേംബർ എക്സ്പീരിയൻസസിലോട്ട് പോകാൻ പോവുക. Now 1 മുതൽ 16 വരെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുവാണ് ജഡത്തിൽ ആയിരിക്കുന്നവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താ? വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിക്കുന്നത്. നമ്മൾ കാഴ്ചയാൽ നടക്കുന്നവരല്ല, വിശ്വാസത്താൽ നടക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ജഡത്തെ അല്ലെങ്കിൽ ഇൻ്റലക്റ്റിന് നടക്കുന്നവരല്ല, അല്ലെങ്കിൽ കണ്ടംനേഷനകത്ത് നടക്കുന്നവരല്ല. കർത്താവിന് എപ്പോഴും ഇഷ്ടം കൂട്ടായ്മയാണ്. അപ്പം ഒരാൾ തെറ്റിക്കഴിഞ്ഞ് മനസ്സിനകത്ത്, അതുകൊണ്ടാണ് തൊട്ട് താഴെ വരുമ്പോൾ വി ആർ നോട്ട് ഡെറ്റേഴ്സ് ടു ദ ഫ്ലഷ് എന്ന് പറയാൻ പോകുന്നു. സോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദറ്റ് വി ആർ മൂവിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നോ, എന്നിട്ട് താഴോട്ട് വായിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവം ഉള്ളവർ അത്രേ. എന്ന് പറഞ്ഞാൽ എന്താ? ജഡത്തിന് ഇനിയും നമ്മുടെ മേൽ, അല്ലെങ്കിൽ പാപത്തിന് നിങ്ങളുടെ മേൽ ഇനിയും കർത്തൃത്വം ഇല്ല. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിൽക്കുക. ഇന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, പരിശുദ്ധാത്മാവ് കൊതിച്ച് നിൽക്കുക. നിങ്ങളും ഞാനും പറയാൻ, പരിശുദ്ധാത്മാവെ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ മാറ്റണം. സാഹചര്യം ഈ പരിശുദ്ധാത്മാവ് മാറ്റിക്കളയും. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? സ്വർഗത്തെയും സ്വർഗീയ അനുഭവങ്ങളെ റിയലാക്കും. പരിശുദ്ധാത്മാവ് റിയലാക്കും. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാം. എന്നിട്ട് 10ാമത്തെ വാക്യം വായിച്ചേ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പം ഇത് പാപം നിമിത്തം മരിച്ചു, നീതി നിമിത്തം എന്ത് ചെയ്തു? ജീവനായി. അപ്പം നീതി ബോധത്തോടെ നടത്തുന്ന ആളാരാ? പരിശുദ്ധാത്മാവ്. അതാണ് ദൈവരാജ്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും. അപ്പം ദൈവരാജ്യത്തിലോട്ടാണ് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. അതേ സമയത്ത് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും നിങ്ങൾ ജനിച്ചില്ലേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ദൈവരാജ്യത്തിൽ ഞാൻ വന്നിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ചില നിയമങ്ങളുണ്ട്. അതാണ് ഈ ദൈവരാജ്യത്തിൻ്റെ അവിടെ ആ വചനം ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവൻ. ഈ ജീവൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലൈഫ് ഓഫ് ദ കിങ്ഡം. നീതി, സമാധാനം, സന്തോഷം. മരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? യു ആർ നോട്ട് അറ്റ് ഓൾ അവെയർ. ഇങ്ങനെ ഒരു ജീവിതം പോലും ഉണ്ടോ എന്ന് അവെയർനെസ് ഇല്ലാതെ നടക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ ദൈവരാജ്യത്തിൻ്റെ മുഴുവൻ നിയമങ്ങൾ ഇന്ന് നിങ്ങൾ അതിൻ്റെ 11ാമത്തെ വാക്യം വായിക്കുമ്പോൾ യു വിൽ എക്സ്പ്ലോർഡ്. വായിച്ചേ. യേശുവിനെ മരിച്ചിടത്തു നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ഹോളി സ്പിരിറ്റ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട്
മൃത്യശരീരങ്ങളെയും ഈ മൃത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. വാട്ട് നോർത്ത് നോക്കിക്കേ, നമ്മുടെ അകത്ത് യേശുവിനെ മരിച്ചെടുത്ത്, ആ വാക്യം ഒന്നുകൂടെ വായിക്കാൻ പോവുക. ബിക്കോസ് ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ഹിം ഹു റേസ്ഡ് ജീസസ് ഫ്രം ദ ഡെഡ് dwells in you, he who raised Christ from the dead will give you life into your mortal body through his spirit that dwells in you. നോക്ക്, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ എൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഹാസ് ബീൻ ഡെപ്പോസിറ്റഡ് ഇൻസൈഡ് ഓഫ് മീ. ഇന്ന് അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് പറയുന്നത്, ഞാൻ ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ്, അല്ലേ? 1 യോഹന്നാൻ 4:4 പറയുന്നത്, ഐ ആം ബോൺ ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്നും ജനിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് വന്നു. ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഹാസ് കം ഇൻസൈഡ് ഓഫ് മീ. അതുകൊണ്ട് ആ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് വിൽ റെസിസ്റ്റ് എവറി ഇൻഫെക്ഷൻ, റെസിസ്റ്റ് എവറി സിക്നെസ്. അതിനെ ഇന്ന് രാത്രി കത്തുന്ന ഒരു അനുഭവം ഉണ്ടാകണം. വിളിച്ചു പറയണം, എന്നിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതാ. ദ സ്പിരിറ്റ് ഓഫ് ഹിം ഹു റേസ്ഡ് ജീസസ് ഫ്രം ദ ഡെഡ്, ദ സെയിം ഹോളി സ്പിരിറ്റ്. This is amazing. If the spirit of him, ഒന്ന് എല്ലാവരോട് ചേർന്നൊന്ന് വായിച്ചേ ആ 11ാമത്തെ വാക്യം. അനി ഒച്ചത്തിൽ ഒന്ന് വായിച്ചേ. ഇഫ് ദ യേശുവിനെ മരിച്ചെടുന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഇത് എഴുതിയിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? പുതിയ സൃഷ്ടിക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, പുതിയ സൃഷ്ടിയായി. The spirit is in him, dwelling in him. Blessed be the name of Jesus Christ. വായിച്ചു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ. എങ്ങനെയാ ജീവൻ ലഭിക്കുന്നത്? തന്റെ ആത്മാവിനാൽ. എങ്ങനെയാ സമൃദ്ധി ലഭിക്കുന്നത്? തൻ്റെ ആത്മാവിനാൽ. അതാണ് നമ്മൾ വായിക്കുന്നത്, ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരവാൻ ചെയ്യുവാൻ കഴിവുള്ള നിങ്ങളിലുള്ള ശക്തി നിമിത്തം. നമ്മുടെ ഇന്ന് ഈ ദിവസങ്ങളിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഇന്നർ ചേംബർ എന്ന് പറയുന്ന ഈ മെസ്സേജിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുക. 1 മണിക്കൂർ പോകുന്നത് അറിയുന്നില്ലല്ലോ. ഒറ്റ സെക്കൻഡ് കാര്യം, യു ആർ ഇൻ ദ സ്പിരിറ്റ് റെലം, ആൻഡ് സ്പിരിറ്റ് റെലം ഇസ് അബവ് ടൈം. ടൈമിൻ്റെ ബന്ധനം പൊട്ടുക. എൻ്റെ കാരണം എന്താ? യു ആർ ഇൻ ദ സ്പിരിറ്റ്. നിങ്ങൾ ഇരിക്കുന്നിടം മുഴുവൻ ഇന്ന് എന്നാ പറയണ്ടേ, അകത്തിരിപ്പുണ്ട്. ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശു പറഞ്ഞ, അല്ലേ? സോ അത്രയും വലിയ പവർ മരിച്ചെടുത്തുനിന്ന് ഉയർപ്പിച്ച. താങ്ക് യു ശ്രീ. 1 യോഹന്നാൻ 4:4 ഒന്ന് വായിച്ചത് നല്ലതാണ്. താങ്ക് യു ഫോർ ഷോയിങ് ഇറ്റ്. 1 യോഹന്നാൻ 4:4 യു ആർ ഓഫ് ഗോഡ് ലിറ്റിൽ ചിൽഡ്രൻ. നിങ്ങൾ ദൈവത്തിൻ്റെതാ. ഒന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെതാ. നല്ല ഒച്ചത്തിൽ പറയണം. 1 യോഹന്നാൻ 4:4 ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാ. പരിശുദ്ധാത്മാവിനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്ക്, റീസൺ ഒന്ന് നോക്കിക്കേ. റീസൺ ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവകത്തുണ്ട്, ദൈവമാകത്തുണ്ടെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. നമ്മൾ വായുവിനകത്താണ് നിൽക്കുന്നത്, നമ്മൾ ഓക്സിജനകത്താണ് നിൽക്കുന്നത്. ശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നാ ഉറപ്പ് എവിടെയാണ് വായു പോയേ? പക്ഷേ സയൻസ് നമുക്ക് പറഞ്ഞു തന്നു, അകത്ത് ലങ്സ് ഉണ്ട്, അതിനകത്ത് നിറച്ച് വായു ചെല്ലുക, ലങ്സ് നല്ലപോലെ എക്സ്പാൻഡും കോൺട്രാക്റ്റും ചെയ്യുക. ഇതെല്ലാം നമ്മൾ കാണുക. അപ്പോൾ ഇതുപോലെ തന്നെ വി ആർ ഇൻ ദ ഗ്ലോറി ഇൻ അസ്, വി ആർ ഇൻ ദ ഹോളി സ്പിരിറ്റ് ഇൻ അസ്. ആ ഹോളി സ്പിരിറ്റിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ഡിസ്പെൽ എവറിത്തിങ്. പാപ സ്വഭാവമായിക്കോട്ടെ, വേണ്ടാത്ത സ്വഭാവമാകട്ടെ, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 4:4 എന്ന് വായിച്ചേ. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരെങ്കിലോ അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ. നോക്ക് ഒന്നുകൂടെ വായിക്കാൻ പോവാത്. 1 യോഹന്നാൻ 4:4 കുഞ്ഞുങ്ങളെ പറഞ്ഞ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാ. ഐ ആം ഫ്രം ഗോഡ്. So my protector is God, my keeper is God. ഇന്ന് ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ സ്വന്തം കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോ എന്ന് ധൈര്യത്തോടെ ഒന്ന് കൽപ്പിച്ചേ. കാര്യം അകത്ത് കത്തുന്ന അഗ്നിയാണ്.
ഞാനാകുന്ന പരിശുദ്ധാത്മാവും, ഞാനാകുന്നവൻ, സൃഷ്ടിക്കുന്നവൻ, ഏതെങ്കിലും അവയങ്ങൾ മേലാത്തതുണ്ടോ ഇല്ലാത്തതോ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവശക്തി ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് പറഞ്ഞോ, അത് നടക്കും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ടാണ് ഈ യേശു എൻ്റെ അകത്തുണ്ട്, എന്നിലിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മന്ദിരം ഞാനായി മാറും. ബാക്കി എല്ലാത്തിൻ്റെയും പ്രസക്തി അങ്ങ് മാറും. കാര്യം ഈ മന്ദിരത്തെ സൂക്ഷിക്കാനുള്ള ചുമതല എൻ്റേതാണ്. അതുകൊണ്ടാണ് മരിക്കും എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള മരണം. ഒന്ന് കർത്താവുമായിട്ട് കൂട്ടായ്മയിലുള്ളതും ഈ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കാഞ്ഞതുകൊണ്ട്. ഇവിടെ എഴുതിയിരിക്കുക, ബിലവഡ് ഡു നോട്ട് ബിലീവ് എനി സ്പിരിറ്റ്. അത് ആ 4:4 ആ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. അത് വരും എന്ന് നിങ്ങൾ കേട്ടു. അത് നിങ്ങൾ വരും. അതിനെക്കുറിച്ച് ഞാൻ കർത്താവിനെ വെച്ചാൽ നാളെ ഞാൻ പറയാം. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അതിപ്പം തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് നോക്ക്. നിങ്ങൾ ജഡത്തിൽ അഥവാ ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ഈ ക്രിസ്തു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുക എന്ന് പറയുമ്പം ഓർത്ത് നോക്കിക്കേ, എല്ലാം നേർച്ച, കാഴ്ച, ത്യാഗം, ഇതെല്ലാത്തിൻ്റെ അവസാനമാണ്. ഇത് പറയാത്തവർ എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ പറയാം. യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്താൽ ഒരിക്കലായി എന്നേക്കുമായി നീതീകരണം ലഭിച്ചിരിക്കുന്നു. നീതി എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യം. 1. 2, പുനരുദ്ധാനത്താൽ സംഭവിച്ചത് ആ ക്രിസ്തുവിൻ്റെ ആത്മാവ്, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാം, എൻ്റെ അകത്ത് വന്നു, അതുകൊണ്ട് എനിക്ക് അബ്ബാ പിതാവ് എന്ന് വിളിക്കാം. സോ 1, ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യം. 2, എനിക്ക് പിതാവ് എന്ന് വിളിക്കാനുള്ള പ്രാഗൽഭ്യം. ഞാൻ ചോദിക്കട്ടെ, ഇത് രണ്ടും ലഭിച്ച ശേഷം എൻ്റെ മക്കൾ, എനിക്ക് 3 മക്കളുണ്ട്, ഒരു ബുദ്ധിയിലൊരു ഞാൻ കാര്യം പറയാം. അവർക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ എൻ്റെ അടുക്കൽ ഒരു 5 സ്റ്റാർ വാങ്ങിച്ച് തന്നിട്ട് വേണോ സാധിക്കാൻ? എൻ്റെ അടുക്ക് വന്നിട്ട് പപ്പ 5 സ്റ്റാർ ഞാൻ തരാം, എനിക്കൊരു ഇത് തരാമോ പറയണോ അവർ? അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനോട് അടുക്കൽ വന്ന് നല്ല ഭക്ഷണമൊക്കെ വിളമ്പി കഴിഞ്ഞിട്ട് നല്ല സ്വാദായിരുന്നു അല്ലേ, എന്നാൽ ഇന്നതൊന്ന് ചെയ്യാമോ, റെക്കമെൻഡേഷൻ വേണോ? വേണ്ട. മക്കൾക്ക് തൽസമയത്തെ സഹായത്തിനും കരുണ ലഭിക്കേണ്ടതിനും ധൈര്യത്തോടെ കൃപസിംഹാസനം മുമ്പേ ഒക്കെ പോകാനുള്ള പ്രാഗൽഭ്യം. അതാ ഇവിടെ പറയുന്നത്, നിങ്ങൾ കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചോണം. അതിൻ്റെ കാര്യം എന്താ? അവരിലോട്ട് ആൾക്കാരെ ആകർഷിക്കും. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൻ്റെ മെസ്സേജ് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ബലവാന്മാരാണ്, നിങ്ങളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതാണ്. നിങ്ങൾ ബലവാന്മാരാണെങ്കിലോ വേറെ ആരെയെങ്കിലും ആശ്രയിക്കണോ? വേറെ ആരുടെയെങ്കിലും വിശ്വാസം ആശ്രയിക്കണോ? തങ്കു ബ്രദറെ പ്രാർത്ഥിക്കണമെന്ന് പറയണോ? വേണ്ട. എനിക്ക് ഇത് പറയുമ്പോൾ ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ മറ്റുള്ളവരുടെ, ശരിയാ, ബലഹീന വിശ്വാസി, അറിയാൻ മേലാത്ത വിശ്വാസി പ്രാർത്ഥിക്കണമെന്ന് പറയാം, ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ പിന്നെയും പ്രാർത്ഥിക്കാതെ, ദൈവവചനം ശ്രവിക്കാതെ, ദൈവവചനത്തിൽ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, ജഡത്തിൽ യേശു വന്നു എന്ന് വിശ്വസിക്കാത്തവൻ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ മൈ ഫ്ലെഷ്, മൈ ബോഡിക്കകത്ത് ദൈവം വന്ന് വസിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവൻ പ്രസക്തി പോയി. ഇനി മെഴുതിരി കത്തിക്കണമെങ്കിൽ ഇവിടെ കത്തിക്കണം, ഇവിടെ, ആ വെളിയിലല്ല. കാര്യം ഞാനും ദൈവവും ഇനി 2 അല്ല, 1. ദൈവം എന്നിൽ വസിക്കുക. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ വന്ന് നിങ്ങളുടെ കൂടെ വാസമാക്കും. ഇന്ന് ഭവനങ്ങളിൽ ഇരിക്കുകയല്ലേ, ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിനെ റിയലാക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. സ്വർഗത്തിലെ പിതാവ് എന്ന് പറയുന്നത് നമ്മുടെ അകത്താണ്. നമ്മൾ പല പ്രാവശ്യം ഈ ഇന്ന സ്ഥലത്തും എല്ലാം അന്ധവിശ്വാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ.
ഇന്നത് ചെയ്താൽ ദൈവം പ്രസാദിക്കും, ഇന്നത് ചെയ്തില്ലെങ്കിൽ ദൈവം പ്രസാദിക്കത്തില്ല, ഇന്ന ഫോട്ടോ വെച്ചാൽ കുഴപ്പം, ഇന്ന ഫോട്ടോ വെച്ചില്ലെങ്കിൽ കുഴപ്പം. ചിലരുടെ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ചില ഫോട്ടോകളൊക്കെ വെച്ചപ്പോൾ ആദ്യം എൻ്റെ കൂട്ടത്തിലൊക്കെ വരുന്നവർ ആ ഫോട്ടോ മാറ്റണം. ആ ഫോട്ടോയെ ഭയപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന യേശുവാണ്. ആ യേശുവിനെ എനിക്ക് വേണ്ട. പക്ഷെ എൻ്റെ യേശു പുനരുദ്ധാനം ചെയ്തവനാണ്, യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. ആ യേശു ഇന്ന് എൻ്റെ അകത്താണ് ജീവിക്കുന്നത്, എന്നിലാണ് ജീവിക്കുന്നത്. അതാ അവിടെ എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു കാര്യം ഓർത്തോണം, ഇതൊന്നും കേൾക്കരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, നിങ്ങളാ ബലവാന്മാർ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. അതെ, പുനരുദ്ധാനത്തിൻ്റെ പങ്കാളി. അതാ സ്നാനപ്പെട്ടവർ യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ പങ്കാളിയാകുമോ. ഇതെൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നുവെന്ന് യേശു ക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ കേട്ടു ഒരു വചനം. പക്ഷേ പുനരുദ്ധാനം ചെയ്തപ്പോൾ, താൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അന്നൊരു കേട്ട ശബ്ദം അപ്പോസ്തല പ്രവൃത്തി 13:34 പറയാണ്, ഇന്ന് ഞാൻ നിന്നെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ അപ്പനും അമ്മമാരുടെ മക്കളായിട്ട് ജനിച്ചു. പക്ഷെ സ്നാനത്തിൽ സംഭവിച്ചത് പാരമ്പര്യം മാറി. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഇമെയിൽ, ഞാൻ സംശയത്തിന് ഒത്തിരി സമയം എടുക്കാത്തത് കൊണ്ടാണ് പല സംശയങ്ങൾ പറയാത്തത്. അവർ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ശാപം, അപ്പന് ശാപം, മക്കൾക്ക് ശാപം, അവർക്ക് ശാപം, ഇവർക്ക് ശാപം, അത് എൻ്റെ മേൽ വരുമോ? സ്നാനപ്പെട്ടവനാണോ പാരമ്പര്യം മാറി? അപ്പോസ്തല പ്രവൃത്തി 13:33-34 ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. വായിച്ചേ. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം മരിച്ചവരിൽ നിന്നും എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് മരിച്ചെടുത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിനോട് പറയാ, പിതാവ്, ഇനി നീ ദ്രവത്വത്തിലോട്ട് പോകത്തില്ല. ഇന്ന് എൻ്റെ മകനായി ഐ ആം ബിഗോട്ടിങ് യു, നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. മറിയയുടെ വയറ്റിൽ ജനിച്ചവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ പറയാ, ടുഡേ ഫുൾ നീ എൻ്റേതാ. അതുപോലെ തന്നെയാ പ്രിയമുള്ളവരെ, സ്നാനപ്പെട്ടപ്പോൾ യു ആർ വൺ വിത്ത് ദ റിസറക്ഷൻ ഓഫ് ജീസസ്. ഇന്ന് സ്വർഗത്തിലെ ദൈവമാണ് നിങ്ങളുടെയും എൻ്റെ അപ്പൻ. അതാ അവിടെ എഴുതി വെച്ചിരിക്കുന്ന, നിങ്ങൾ ദൈവത്താൽ ജനിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പനുമായിട്ടൊരു കൂട്ടായ്മ, അപ്പനുമായിട്ടുള്ള സംസർഗം, അതാ പരിശുദ്ധാത്മാവ് നമ്മളെ എൻകറേജ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്വന്തം ഭവനത്തിൽ വസിക്കുന്ന ആ മൂത്ത ജ്യേഷ്ഠൻ, 2 മുടിയനായ പുത്രനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ആ മൂത്ത സഹോദരനെ പോലെ ഇരിക്കും. ഒരു സ്വന്തം വീട്ടിൽ വേലക്കാരനെ പോലെ ജോലി ചെയ്യുക. അതാ പിതാവ് ചോദിച്ചത്, ഇതെല്ലാം നിൻ്റേതല്ലായിരുന്നു, നീ എന്തിനാ ഇതൊക്കെ അധ്വാനിക്കാൻ പോയെ? ഇവിടെ വേലക്കാരുണ്ടായിരുന്നു, നീ പറഞ്ഞാൽ പോരായിരുന്നു? അറിവില്ലായ്മ, ഒന്ന് അപ്പനുമായിട്ട് കൂട്ടായ്മ ശരിയാകത്തില്ല. എവ്രിതിങ് ഹാസ് ചേഞ്ച്. അതാ നിങ്ങൾ അവരെ ജയിച്ചുമിരിക്കുന്നു, അല്ലേ? 4, യു ആർ ഓഫ് ഗോഡ് ലിറ്റിൽ ചിൽഡ്രൻ, യു ആർ ഓഫ് ഗോഡ്. ഒന്ന് വായിച്ചു കാണി. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങൾ അവരെ ജയിച്ചുമിരിക്കുന്നു. നോക്ക്, നമ്മൾ ഓരോ പ്രതിസന്ധിയെ ജയിക്കാൻ പോകുന്നവരല്ല, ജയിച്ച് കഴിഞ്ഞവരാണ്. ഇത് ഇങ്ങനെ വരണമെന്ന് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ മക്കളെ മുഴുവൻ വലിച്ച് വീട്ടിനകത്ത് കയറ്റി ഇരുത്തിയിരിക്കുന്നത്. മക്കളകത്ത് സുരക്ഷിതമാണ്, ചോദിക്കാനും പറയാനും മുഴുവൻ സ്വർഗമുണ്ട്. അവരെ ജയിച്ചുമിരിക്കുന്നു. അവിടെ പറയാൻ, നിങ്ങളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതല്ലോ. ഇന്ന് പ്രിയമുള്ളവരെ, പറഞ്ഞറിയിക്കാത്ത ദൈവ സാന്നിധ്യം, എൻ എക്സൈറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. എന്നിട്ട് താഴോട്ട് പറയാണ്, therefore brethren, 12ാമത്തെ വാക്യം, അതുകൊണ്ട് സഹോദരങ്ങളെ, 8ാം അധ്യായം, we are not debtors to the flesh. ആകയാൽ സഹോദരന്മാരെ, ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് കടക്കാരൻ ഓർത്ത്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? കടക്കാരൻ. കടം വാങ്ങിച്ചവൻ അതിൻ്റെ അടിമയാണ്. അവൻ നമ്മൾ കൊടുക്കാനുള്ളവരെ കാണുമ്പോൾ പമ്മി നടക്കത്തില്ലേ? കൊടുക്കാനുള്ളവരെ കാണുമ്പോൾ അവർ പറയുന്ന മുഴുവൻ നമ്മൾ ചെയ്യണം. കാര്യം എന്താ? അവൻ്റെ അടിമയാണ്. പക്ഷെ പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും ഇന്ന് ജഡത്തിൻ്റെ അടിമകളല്ല. വി ആർ നോട്ട്. അതാ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം
അതിൻ്റെ 1-ാം വാക്യം മുതൽ. ഇറ്റ് ഈസ് സോ ഗ്ലോറിയസ്. 5-ാമത്തെ അധ്യായം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുന്നു. ശ്രദ്ധിച്ചു. സ്വാതന്ത്ര്യത്തിനായി. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാകും? പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുമ്പോൾ. സ്വാതന്ത്ര്യത്തിൽ നമ്മളെ വിളിച്ചിരിക്കുകയാൽ ആകയാൽ അതിനകത്ത് ഉറച്ചു നിന്നേ. അടിമ നുഖത്തിൽ പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? കാര്യം നിങ്ങൾ അടിമകളല്ല. ഇനി ജഡത്തിന് നിങ്ങൾ അടിമകളല്ല. വീണ്ടും ഞാൻ പറയാം, ഒരു വിശ്വാസി പോലും പറയരുത് ഞാൻ ബലഹീനനാണ്. നിങ്ങൾ ബലഹീനരല്ല. പാപം തീർന്നു. പാപത്തിന്, ജഡത്തിന് നിങ്ങൾ ഇനി അടിമകൾ. യു ആർ നോട്ട് എ ഡെറ്റർ ടു ദ ഫ്ലഷ്. വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറയും അത് വിൽ പവർ അല്ലേ? വിൽ പവർ അല്ല. സഹായിക്കാൻ ഒരാൾ കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ ഹീ ഇസ് ദേർ. ദിസ് ഇസ് ലിബർട്ടി. ദിസ് ഇസ് ലിബർട്ടി. സ്റ്റാൻഡ് ഫാസ്റ്റ് ദെയർഫോർ ഇൻ ലിബർട്ടി. ലിബർട്ടി, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഈ ഹയർ ലൈഫ്. നമ്മുടെ ചിലപ്പോൾ മുറിയൊക്കെ സ്റ്റഫി ആണെങ്കിൽ തുറന്നു വിടത്തില്ലേ എന്ന് പറയുന്ന പോലെ ഇറ്റ് ഈസ് ഹയർ ലെവൽ ഓഫ് ലൈഫ്, ഹയർ ഗോഡ്ലി ക്ലാസ് ലൈഫ് എന്ന് പറയാം. വായിച്ചു. Christ has made us free. Do not be entangled again in the yoke of bondage. വായിച്ചു. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ, നിങ്ങൾ വീണ്ടും ന്യായപ്രമാണം ചെയ്യുന്ന പരിച്ഛേദനയൊക്കെ ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം. ക്രിസ്തുവിനെ കൊണ്ട് പിന്നെ എന്താ പ്രയോജനം? പൗലോസേ ഞാൻ നിങ്ങളോട് പറയുന്നു. പൗലോസ് പറയാ, അങ്ങനെയാണ് ക്രിസ്തു മരിച്ചത് വ്യർത്ഥം. യേശു ക്രിസ്തു ഈ ആഴ്ച കഷ്ടാനുഭവിച്ച ലോകം ആചരിക്കുമ്പോൾ നിങ്ങൾ ഞാൻ മനസ്സിലാകണം, യേശു കഷ്ടം അനുഭവിച്ച് കഴിഞ്ഞിരിക്കുക. കഷ്ടം അനുഭവിച്ച് കഴിഞ്ഞിരിക്കുക. വായിച്ചു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു. കാര്യം ഒരു നിയമം, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ആഭരണം ഊരുവാന്ന് പറഞ്ഞാൽ കർത്താവ് പറയും അങ്ങനെയാണ് കൃതാവും വെട്ടരുത്, അങ്ങനെയാണെങ്കിൽ തുന്നിയ വസ്ത്രം ധരിപ്പിക്കരുത്. ഒരു കാര്യമല്ല, മുഴുവൻ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് പറയാണ് ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾ കൃപയിൽ നിന്ന് ഞാൻ ഇത് അടുത്ത ദിവസം ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ. കൃപയിൽ നിന്നും വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും, വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. സംസാരിച്ച് പരിശുദ്ധാത്മാവില്ലാതെ വി ആർ ഡെഡ്, വി ആർ സീറോ. അതാ കറക്റ്റ് ആരോ എഴുതി അവിടെ. സ്ലേവറി മൈൻഡ് സെറ്റ്. ജഡത്തിന് യു ആർ നോട്ട് എ ഡെറ്റർ അല്ലേ? ഒരാൾ വന്ന് ഭയപ്പെട്ട്, നമ്മുടെ ഇവിടെ ഒരു സഹോദരൻ കുറച്ച് ബിസിനസ് ചെയ്തു. അദ്ദേഹം ഒരു ഷിപ്മെൻറ്റിനകത്ത് കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾ പറഞ്ഞു ഭയങ്കര ഭീതിയാണ്, അവിടെ ചെന്നാൽ നിന്നെ അറസ്റ്റ് ചെയ്ത് കളയും, ആനയെ കുതിര. ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല, ഭയപ്പെട്ടിരിക്കുക, ഭയങ്കര കുഴപ്പമാണ്. എൻ്റെ ഇയാളുടെ പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹം എന്നോട് ഒരു ദിവസം വന്ന് പറഞ്ഞു, ആ രാജ്യത്തിൽ ആരെങ്കിലും പരിചയമുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, ഐ ജസ്റ്റ് ചെക്ക് എന്ന് സമ്മതിച്ചു. അവിടുത്തെ ഒരു ലോക്കലിനോട് സംസാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്പോൺസറായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഇങ്ങനെ കേസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അനാവശ്യമായി ഭയപ്പെടുക. ഇന്ന് പരിശുദ്ധാത്മാവിൽ നടക്കുമ്പോൾ ഭയം എന്ന് പറയുന്ന വികാരം മാറിപ്പോകും. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക, വളരെ ശക്തമായ ദൈവ തേജസ് ഇറങ്ങി നിൽക്കുന്നത്. ഇന്ന് മുതൽ എല്ലാം ഈ ആരെങ്കിലും എന്തെങ്കിലും പറയും ഇത് ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ടാകും. ഇല്ല, എൻ്റെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. യേശു എന്നെ അനുഗ്രഹിച്ചതാണ്. നാളെ വി വിൽ സ്റ്റാർട്ട് ഓഫ് ബൈ വേഴ്സ് 13 ആൻഡ് ഐ ബിലീവ്, ഞാൻ പറയാം, കോൾ അപ്പ് യുവർ ഫ്രണ്ട്സ്, കോൾ അപ്പ് യുവർ റിലേറ്റീവ്സ്. ഇറ്റ്സ് വിൽ ബി എക്സ്പ്ലോസീവ് ടുമോറോ as we are going to listen to the word of God. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കേട്ട വചനം കർത്താവേ, ബൈബിൾ ഓരോ അക്ഷരങ്ങളും വള്ളിയും പുള്ളിയും മാറാതെ നിവർത്തിക്കുന്ന കാലഘട്ടമായത്. യേശുവിൻ്റെ നാമത്തിൽ തെളിഞ്ഞ ഹൃദയക്കണ്ണ് പ്രകാശിച്ചിട്ട്
യേശുവിൻ്റെ നാമത്തിൽ ഹൃദയക്കണ്ണ് പ്രകാശിച്ചിട്ട് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ കേൾക്കുന്ന ഓരോരുത്തർക്കും, കേൾക്കാൻ പോകുന്ന ഓരോരുത്തർക്കും അത് ലഭിക്കട്ടെ എന്ന് യേശു മുഖാന്തരമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. ഐ റിലീസ് ദ പ്രസൻസ് ആൻഡ് റിലീസ് ദ പവർ ഓഫ് ഗോഡ് അപ്പോൺ എവ്രി വൺ ഹൂ ഈസ് ലിസണിങ് ടു മീ. ലെറ്റ് ദം ബി ഫിൽഡ്. യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഈ ശരീരത്തിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ എല്ലാം ബലഹീനതകൾ മാറട്ടെ, രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ക്യാൻസർ ഉരുകി മാറട്ടെ, ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ പറയണം, യേശുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വസിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വിപരീതമായിട്ടുള്ളത് മുഴുവൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ശരീരത്തിൻ്റെ മന്ദിരമാണ് ഞാൻ, ദൈവം ഇതിൽ വസിക്കുന്നത്. ഇത് രോഗവും ദാരിദ്ര്യവും വസിക്കേണ്ട സ്ഥലമല്ല. യേശുവിൻ്റെ നാമത്തിൽ എല്ലാം, യേശുവിന് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ കൽപ്പിക്കുക. ഞാൻ നിനക്ക് കടപ്പെട്ടവനല്ല, ഞാൻ യേശുവിന് കടപ്പെട്ടവനാണ്. കർത്താവേ, നിങ്ങളുടെ കരുണയ്ക്കായി സ്തോത്രം. ഐ റിലീസ് എ ബ്ലെസ്സിങ്, ഐ റിലീസ് an anointing upon everyone. Blessed be the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ ലെറ്റ്സ് കം ടുഗദർ. We are going together in a glorious manner. God bless you.